അപ്പോൾ ലാസ്റ്റ് മെഷീൻ നമ്മൾ നമ്മുടെ ഒജീനെ അവൻ്റെ വർക്കിംഗ് പ്ലേസിലേക്ക് ഡ്രോപ്പാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ സ്വീറ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വണ്ടി നമ്മുടെ ഗ്യാരേജിൽ പാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്വീറ്റിൻ്റെ മെഷീനിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ CJയുടെയും അതേപോലെ സ്വീറ്റിൻ്റെയും സിസ്റ്ററായിട്ടുള്ളത്. ആള് ഈ പറഞ്ഞ പോലെ പുറത്തൊരു ഗ്യാങ്ങിലെ പയ്യനായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതിപ്പോൾ സ്വീറ്റ് പറഞ്ഞിട്ട് ആകെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെല്ലാസ് ഗ്യാങ് പോലെ തന്നെ ഈ ഗ്രൂസ് ഗ്യാങ്ങിനായിട്ട് കുറച്ച് തോട്ടിയിടുന്ന വേറെ ടീമുണ്ട്. അവരിലെ ഒരു പയ്യനാണ് ഈ പറയുന്ന ഇവളുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത്. സീസർ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വർത്തമാനം പറയുന്നുണ്ട്. കാരണം അവൾക്ക് അവനാണ് ഇഷ്ടം, പക്ഷേ സ്വീറ്റ് അത് അംഗീകരിക്കണില്ല. അപ്പോൾ ആ കാര്യങ്ങളായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ CJ കയറി ഇടപെടുന്നുണ്ട്. CJ ഇടപെട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ലാത്ത കാരണം അവൻ നൈസായിട്ട് പിന്മാറി. പക്ഷേ സ്വീറ്റ് അതിൽ നിന്ന് പിന്മാറുന്ന ലക്ഷണം തന്നെ കാണുന്നില്ല. കാരണം അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ആ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് നമ്മുടെ CJയോട് പറയുന്നുണ്ട്, നീ അവളെ ഫോളോ ചെയ്തിട്ട് ഏതാണ് ആ പയ്യെന്നുള്ളതെന്ന് ചെക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ മെഷീൻ. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ ഗാരേജുള്ള ബൈക്ക് തന്നെ ചൂസ് ചെയ്യാം. ഗ്രൂ സ്ട്രീറ്റിൽ നിന്ന് പുറത്തിറങ്ങാനുള്ളൊരു സിമ്പിൾ വഴിയാണ് ഇത്. ഇതാകുമ്പോൾ പകുതി ദൂരം നമ്മൾ റൗണ്ട് ചെയ്ത് ഇറങ്ങുന്ന ആ ഒരു ടൈമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ലാഭിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു ഗാരേജ് ഷോപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്നൊരു ഡാൻസിങ് കാറ് നമുക്ക് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ നിന്ന് മേടിക്കണം. എന്നിട്ട് അതൊന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു സീസണിൻ്റെ ഗ്യാങ്ങിൻ്റെ അടുത്തേക്ക് പോകാം. കാരണം അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. കോമ്പറ്റീഷൻ മീൻസ് 2 കാറുകൾ തമ്മിൽ ഡാൻസ് ചെയ്യിപ്പിച്ചിട്ട്, അതായത് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നന്നായി പെർഫോം ചെയ്യുന്ന ആൾക്ക് ബെറ്റ് വെച്ച എമൗണ്ട് വിൻ ചെയ്യണമെന്ന ഒരു ചെറിയൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലുള്ളൊരു ഡാൻസിങ് കാറ് നമ്മുടെ കയ്യിൽ വേണ്ടതാണ്. എന്നാൽ മാത്രമാണ് അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി നേരെ ഇത് ഗ്യാരേജിൻ്റെ അകത്തേക്ക് കയറ്റാം. അപ്പോൾ ഈ മെഷീൻ മുതൽ നമുക്ക് ഇതുപോലുള്ള കാറുകളൊക്കെ നമുക്ക് ഈ സ്പോട്ടിൽ വന്നിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് പെയിൻറ്റ് മാറ്റാം, അതേപോലെ കളർ മാറ്റാം, അതേപോലെ കാറിൻ്റെ വീലുകൾ മാറ്റാം, എക്സോസ്റ്റ് മാറ്റാം, റൂഫ്, നൈട്രജൻ വയ്ക്കാം, ഇതേപോലെ ഡാൻസിങ് കാറാക്കാനുള്ള സസ്പെൻഷൻ കാര്യങ്ങൾ ചെയ്യാം. ഓ, കുറച്ച് സ്പീഡ് കൂടിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, നമുക്കത് ചെയ്യാം. നമുക്ക് പെയിൻറ്റിൽ തന്നെ നമുക്ക് കയ്യിൽ പൈസ ഉള്ള കാരണം ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, എനിവേ ഞാനിത് എന്തായാലും ഒന്ന് സ്കിപ്പ് അടിച്ച് പോകണം, നമുക്ക് ബോറടിക്കേണ്ട. അപ്പോൾ ഞാനിതൊന്ന് സ്കിപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ പണിതിട്ട് നമ്മുടെ മുത്തുമണിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സീസണിൻ്റെ അവിടേക്ക് പോകാം. അപ്പോൾ അവർ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തായിട്ടാണ് അവർ ക്യാമ്പ് ചെയ്തേക്കണത്. അപ്പോൾ അവിടെ പോയിട്ട് വേണം അവരായിട്ടുള്ള ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് ബെറ്റ് വയ്ക്കാൻ. ബെറ്റ് വെച്ച് നമ്മൾ വിൻ ചെയ്താൽ മാത്രമേ അവരായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അവരായിട്ടുള്ളൊരു മീറ്റപ്പിന് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം. പക്ഷേ ഈ മെഷീൻ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നമുക്ക് എന്തായാലും നേരെ പോയി വളഞ്ഞ് തിരിഞ്ഞ് പോകണം. എന്തായാലും വണ്ടി കുഴപ്പമില്ല, വണ്ടി കസ്റ്റമൈസ് ചെയ്തപ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു കംഫർട്ട് കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ കുറച്ച് പരിപാടികളുണ്ട്, പക്ഷെ അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ പോണ ടൈമിൽ തന്നെ നമുക്ക് 4 വീല് ഒന്ന് അപ്പർ ചെയ്യാനും ലോവർ ചെയ്യാനൊക്കെ പറ്റാമെന്ന് കണ്ടിട്ടുണ്ട്. ഞാനത് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ സ്പോട്ടിലേക്ക് പോകാം. അതേപോലെ ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ബോറിങ് ടാസ്ക്കാണ്. ഒരു ടാസ്ക് മീൻസ് ഈ പസിലൊക്കെ കംപ്ലീറ്റ് ചെയ്യണ പോലത്തെ ഒരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ എന്തായാലും ആ ഒരു പോർഷൻ കൂടി ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു തരാം. നിങ്ങൾ അത് കണ്ട് വെറുതെ ബോറടിച്ചിരിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഗ്യാങ്ങിലത്തെ ഒരു പയ്യൻ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇനി എമൗണ്ട് എത്ര ഇടാൻ പറ്റും നോക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം എമൗണ്ടിൽ തന്നെ നമുക്ക് ബെറ്റ് പിടിക്കാം. കാരണം ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്കിത് സിമ്പിളായിട്ട്
പിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാക്സിമം എമൗണ്ടിൽ നമുക്ക് സംഭവം റെഡിയാക്കാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇതൊന്ന് സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. അവൻ വിചാരിച്ചില്ല നമ്മൾ ജയിക്കുന്നു. അതുകൊണ്ട് തന്നെ അവന് കുറച്ചധികം ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. നമ്മളൊരു ബിഗിനറായിട്ട് കൂടി നമ്മൾക്കിങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല കാര്യം. അപ്പോൾ നമ്മുടെ സിസ്റ്റർ അടുത്തേക്ക് വന്നിട്ടുണ്ട്, സിജയുടെ സിസ്റ്റർ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ സീസർ അവനെ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സീസർ എന്ന് പറഞ്ഞ ഇവൻ്റെ ബോയ് ഫ്രണ്ട്. അപ്പോൾ ജസ്റ്റ് അവർ ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്കും സീജ തട്ടി മാറ്റി എന്താ വെള്ളം കൈ വെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റോങ് ആയിട്ട് വർത്തമാനം പറയുന്നുണ്ട്. പക്ഷേ അത് ഈ ഇവള് തന്നെ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് നല്ല രീതിയിൽ അത് കോംപ്രമൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഗ്യാങ്ങിലത്തെ പിള്ളേർ വന്നിട്ട് നൈസായിട്ട് സീജനെ ചൊറിയാൻ നോക്കുന്നുണ്ട്. കാരണം ഇവർ എന്തായാലും ഗ്രോസ് സ്ട്രീറ്റും അതേപോലെ ഇവരുടെ ഗ്യാങ്ങും എപ്പോഴും തല്ലും ചൊറയാണല്ലോ. ബെല്ലസ് ഗ്യാങ് പോലെ തന്നെ ഒരു ഓപ്പോസിറ്റ് ഗ്യാങ് ആണ് ഇവരുടേത്. അപ്പോൾ ആ ഒരു ചൊറിച്ചിലാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് ചൊറിയാൻ നിൽക്കേണ്ട സീസറാണ് അത് ഇടപെട്ടിട്ട് സീനാക്കണ്ട, നമ്മുടെ പിള്ളേരാണ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഒതുക്കാൻ നോക്കുന്നത്. എന്തായാലും ആ കാര്യം നടന്നു. അപ്പോൾ അവർ നൈസായിട്ട് പിന്മാറി പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ കാണുന്നത്. സീസറിന് നമ്മുടെ സീജനെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കും. കാരണം അവനക്ക് കാര്യങ്ങൾ പറയണം, ഞാൻ നിൻ്റെ പെങ്ങളെ അങ്ങനെ വെറുതെ ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നോക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സീജ എന്തായാലും അവനായിട്ട് ഓക്കെ പറയും. അതൊരു കൂളായൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ സീജ എന്തായാലും അവനോട് ഓക്കെ പറഞ്ഞു. അതേപോലെ വണ്ടിയുടെ കേസൊക്കെ ചോദിക്കുന്നുണ്ട്, അടിപൊളി വണ്ടിയാണല്ലോ മൊത്തമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.